കാളികായേ നമഃ. ഓം ചണ്ഡികായേ നമഃ. ഓം ചണ്ഡികായേ നമഃ. വരൂ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ഗുരുവേ, അങ്ങ് പറഞ്ഞ മുടിയിഴകൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്വീകരിച്ചാലും. കൊള്ളാം, പ്രശംസനീയമായത് തന്നെ. ഓം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി ലോകഭയങ്കരി സ്ഥാവര ജംഗമസ്ത മമ ഹൃദയം മമ വശം ആകർഷയ ആകർഷയ. ഫട്ട് സ്വാഹ. ഓം അസ്ത്രായ ഫട്ട്. ഓം അസ്ത്രായ ഫട്ട്. ഓം കുങ്കുമായ സ്വാഹ. ഓം ജലായ സ്വാഹ. ഗുരു, എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് രൂപത്തിന്റെ നിറം മാറിയത്? ഇതേതോ ക്ഷുദ്രശക്തിയോ ദൈവീക ശക്തിയോ ആയിരിക്കാം. ഈ വ്യക്തിക്ക് മന്ത്രവാദത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. അതാണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷേ അതൊക്കെ എന്തുകൊണ്ടാണ് ഗുരുക്കളെ? അവൾ നാഗരാണി ആയിരിക്കുമോ ഗുരു? അറിയില്ല. പക്ഷേ നിന്നെ കൊണ്ട് എനിക്ക് ഒരു കാര്യം കൂടി സാധിക്കണം. എന്താണ് ഗുരുക്കളെ? ആദ്യം അവൾ സർപ്പജാതകത്തിലുള്ളവളാണോ എന്നറിയേണ്ടതുണ്ട്. അതിന് വേറൊരു മാർഗമുണ്ട്. അവളുടെ 1-2 തുള്ളി രക്തം നീ സംഭരിച്ചെടുക്കേണ്ടതുണ്ട്. ശരി ഗുരുദേവ, എന്തെങ്കിലും ചെയ്ത് അങ്ങേക്ക് വേണ്ടി രക്തം സംഭരിച്ചോളാം. ഓം കാളികായേ നമഃ. ഇന്നലെ ഞങ്ങൾ തിരിച്ചയച്ചില്ലേ, അതിൽ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു മേഡം. പക്ഷെ മനസ്സ് മാറി നിങ്ങൾ വിളിച്ചില്ലേ, ഇപ്പൊ എനിക്ക് സമാധാനം. അത് അപ്പന്റെ മൂഡ് ശരിയായിരുന്നില്ല, അതാ അങ്ങനെ പറഞ്ഞത്. അതും അല്ലാതെ ശിവാനിക്ക് ബ്ലഡ് എടുക്കാന്നൊക്കെ പറഞ്ഞ വലിയ പേടിയാ. അതുകൊണ്ടാ അപ്പോ വേണ്ടാന്ന് പറഞ്ഞത്. ഹൈ, ഇതെന്റെ ഡയലോഗല്ലേ? ഇതെന്താ ശിവാനി മാഡം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നെ പോലെ തന്നെ രക്തം കൊടുക്കാൻ ഇവർക്കും പേടിയുണ്ടോ? എനിക്ക് ഇഞ്ചക്ഷൻ കേട്ടാലേ പേടിയാ, ചെറുപ്പം മുതലേ അങ്ങനെയാ. ഞാനും അങ്ങനെ തന്നെ മാഡം. ഈ ഇഞ്ചക്ഷൻ കേട്ടാ എനിക്കും ഭയങ്കര പേടിയാ. പക്ഷെ ഇപ്പൊ നോക്കിയേ, എന്റെ പേടിയൊക്കെ മാറി. ഞാൻ നല്ല ധൈര്യമായിട്ടല്ലേ ഇരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം. എനിക്കിങ്ങനെ ഉപദേശിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ല. എന്ത് ചെയ്യാനാ, ഇങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. കണ്ടോ കണ്ടോ, ഈ സിറിഞ്ച് കാണുമ്പോ തന്നെ എനിക്ക് പേടിയാ. അതുകൊണ്ടാ വേണ്ടാന്ന് പറഞ്ഞത്. മാഡം, ചെറിയ കാര്യമില്ല മാഡം, പെട്ടെന്ന് തീരുവന്നേ. എന്റെ ദൈവമേ, ഈ സിറിഞ്ച് കാണുമ്പോ ഇവിടെ എഴുന്നേറ്റ് ഓടാനാ തോന്നുന്നത്. എന്ത് സംഭവിക്കും എന്തോ. ശിവാനി, നിനക്ക് ഭയമാണെങ്കിൽ വേണ്ട, വിട്ടേക്ക്. ശേ, ഒന്ന് ചുമ്മാതിരിക്കും മാഡം. സർ, എങ്കിലും ഒരു കാര്യം ചെയ്യാം. ആദ്യം എന്റെ ബ്ലഡ് തന്നെ വേണമെങ്കിൽ എടുത്തോട്ടെ. അത് കാണുമ്പോ നിങ്ങൾ കുറച്ച് ധൈര്യം വരുമല്ലോ. എനിക്കും ഇത് തന്നെയായിരുന്നു വേണ്ടത് തൃശ്ശൂർ. അല്ലരെ വിളിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചുമ്മാതിരിക്കണം തൃശ്ശൂലെ. തൃശ്ശൂലെ പൊന്നുമോനെ, ചുമ്മാതിരിക്കട. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. കഴിഞ്ഞു കഴിഞ്ഞു. നോക്കൂ മാഡം, കണ്ടില്ലേ, കഴിഞ്ഞില്ലേ? 1 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. ഒരു വേദന എടുത്തില്ല എനിക്ക്. അങ്ങനെ ഞാൻ വിചാരിച്ച കാര്യം നടന്നു. ഇനി എന്തെങ്കിലും ചെയ്ത് ആ രക്തം എന്റെ കൈക്കലാക്കണം.
മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ അല്ലേ? എനിക്ക് ആവശ്യമായ രക്തം എടുത്തു വെക്കാൻ ഇതാണ് പറ്റിയ സമയം. സാർ, ഞാനിത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ആകുമ്പോൾ വിളിക്കാം. സുരേഖ, കോഫി എടുത്തോണ്ട് വാ. മാം, വേണ്ട വേണ്ട. ഇല്ലില്ല, കുഴപ്പമില്ല, ഇപ്പൊ എടുക്കാം. സുരേഖ, വേഗം കോഫി എടുത്തോണ്ട് വാ. സ്നാക്സ് എന്തെങ്കിലും ഇല്ല എടുക്കാം? മാം, ഒന്നും വേണ്ട. ഇല്ലില്ല, കുറച്ചെന്തെങ്കിലും എടുക്കാം. സാർ, അവർ പറഞ്ഞാ പിന്നെ വിടില്ല. വരൂ, എന്തെങ്കിലും കഴിച്ചിട്ടിറങ്ങാലോ. വരൂ സാർ. താങ്ക് യു. ഇവിടെ ഇരിക്കും. സുരേഖ, കോഫിയുടെ കൂടെ സ്നാക്സ് എന്തെങ്കിലും എടുത്തോ. ഓഹോ, എല്ലാം വന്നല്ലോ. ഇതെന്തത്? സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് ലഞ്ച് കഴിക്കുന്ന പോലെ ആവോ? താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇറങ്ങിയാലോ? താങ്ക് യു സോ മച്ച്. വരൂ സാർ. പോട്ടെ മാഡം, ബൈ. അപ്പോൾ ശരി. ബൈ. ഹലോ അച്ഛാ, എവിടെയാണ് നീ ഉള്ളത്? ഞാനിവിടെ ശിവാനി മാഡത്തിന്റെ വീട്ടിലാ. അവരുടെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിൽ നിന്ന് ഒരാൾ വന്നായിരുന്നു. ആളുടെ കൂടെ വന്നതാ. ഓ, അങ്ങനെയാണോ? നടക്കട്ടെ. ലാബ് ടെക്നീഷ്യൻ എന്റെ കൂടെ തന്നെയുണ്ട്. അദ്ദേഹത്തെ ഇവിടെ വിട്ടിട്ട് ഞാൻ തിരിച്ചു വന്നേക്കാം. അവൾ നാഗറാണിയാണോന്നറിയാൻ അവളുടെ രക്തത്തിൽ അത് പ്രയോഗിക്കേണ്ടി വരും. അപ്പൊ സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് അവളുടെ രക്തമെടുക്കണം. അല്ല മോനെ തൃശൂൽ, അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ആ, കഴിഞ്ഞു വെച്ചാ, ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കായിരുന്നു. ആ, അതെന്തായാലും നന്നായി. പിന്നെ മോനെ ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാ? അത് വേറൊന്നുമല്ലടാ. മുതലാളി എന്നോട് പറഞ്ഞിരുന്നു വീട്ടിലുള്ള എല്ലാവരും ബ്ലഡ് പരിശോധിക്കാൻ. നിനക്ക് അയാളെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വരാവോ? ഓ, അങ്ങനെയാണോ? അദ്ദേഹം ഫ്രീ ആണോ ഞാൻ ചോദിച്ചു നോക്കട്ടെ. എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കടാ, എന്നിട്ട് എളുപ്പം വാ. ശരി ശരി, ഞാൻ നോക്കട്ടെ. അച്ഛൻ വെച്ചോ. ആ, മറന്നു പോലെ മോനെ, ഞാൻ മുതലാളിയോട് വിളിച്ച് പറയാൻ പോവാ. അവരെല്ലാം വീട്ടിൽ റെഡി ആയിട്ടിരിക്കും. ഡോണ്ട് വറി അച്ഛാ, ഞാൻ ശരിയായിക്കോളന്നേ. ആയിക്കോട്ടെ. സർ, നമുക്ക് ഇറങ്ങിയാലോ? ആ, വരൂ. അങ്ങനെ തേടിയ വള്ളി തന്നെ കാലിൽ വന്ന് ചുറ്റിയിരിക്കും. ഇനി വൈകരുത്, മുതലാളി വിളിച്ച് കാര്യം പറഞ്ഞേക്കാം.
എന്താ നീ കാണിക്കുന്നേ? അത് മാഡം തലവേദനയാന്ന് പറഞ്ഞു, അതുകൊണ്ടൊന്നും തടവി കൊടുത്തതാ. ഇവൾ ഇത്ര നേരത്തെ ഒന്നും കിടക്കാറില്ലല്ലോ. ശിവാനി, വേണ്ട കൊച്ചമ്മേ, കുറച്ചു നേരം കിടക്കണമെന്ന് പറഞ്ഞോണ്ടാ ആരും വിളിക്കരുതെന്നും പറഞ്ഞു. നീ പോയിക്കോ. ഇല്ല, കുഴപ്പമില്ല, പൊയ്ക്കോ. കൊച്ചമ്മേ, ഒരു കോഫി എടുക്കട്ടെ? ഒന്നും വേണ്ട. ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അല്ല, അളിയൻ എന്തിനായിരിക്കും എല്ലാവരോടും വരാൻ പറഞ്ഞത്? ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേച്ചിയാണെങ്കിൽ ഇതുവരെ വന്നൂല്ല. എന്താണോ എന്തോ. മുതലാളി, ഇവരാ ലാബിൽ നിന്ന് വന്നാളെ. ഇതെന്താ അളിയ? ഇന്ന് പ്രത്യേകിച്ച് ലാബിലുള്ള ആളുകളൊക്കെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്നു. ബ്ലഡ് ചെക്ക് ചെയ്യാനാ? മാമ, ഇപ്പൊ എല്ലാവരും എത്ര ഹെൽത്ത് കോൺഷ്യസ് ആയാലും മതിയാവില്ല. അതുകൊണ്ടാ ഡാഡി ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ല ഡാഡി? വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് വിളിപ്പിച്ച. എല്ലാവരുടെയും ബ്ലഡ് സാമ്പിൾ എടുത്തോളൂ. അളിയന്റെ ഐഡിയ സൂപ്പറാ. അല്ല, ആരെയും ആശുപത്രിയിലേക്ക് വിടാതെ ആശുപത്രി അളി ഇവിടെ തന്നെ സെറ്റ് ചെയ്തില്ലേ? അതെ, ആദ്യം അവന്റെ ബ്ലഡ് തന്നെ എടുക്കും. ഒന്ന് നിൽക്കണം ഡോക്ടറെ. അല്ല, എന്റെ ബ്ലഡില് കോട്ടായാല്, അല്ല കോട്ടിൽ ബ്ലഡ് ആയാലേ ഭയങ്കര പ്രശ്നമാണ്. വീണ,
നിന്റെ ചേട്ടനും അമ്മയും എവിടെ മോളെ? അകത്തുണ്ട് ഡാഡി. ആ അവരെ കൂട്ടിക്കൊണ്ടോ. ആ ഒരു മിനിറ്റ് നിൽക്കും മോളെ. ആ. അവരെ റെസ്റ്റ് എടുക്കായിരിക്കും. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് അവരുടെ ബ്ലഡ് സാമ്പിൾ എടുത്തോളൂ. നന്ദീശ, ഇത് ശിവാനിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന രക്തസാമ്പിൾ. നീ പോയി ആ ചോറിനെടുത്തോളൂ. അത് രണ്ടിലേക്ക് ഇടും. ഈ രക്തം നാഗത്തിൻ്റെതാണെങ്കിൽ എന്തായാലും ഇതിന്റെ നിറം മാറും. സത്യം പുറത്തു വന്നേ മതിയാവും. ഇനി രക്ഷപ്പെടാൻ ഈശ്വരൻ വിചാരിച്ചാൽ പോലും സാധിക്കില്ല. ഇപ്പൊ നമുക്ക് മനസ്സിലാവും ശിവാനി ആരാ എന്താന്നൊക്കെ ഉള്ളത്. ഒന്നും സംഭവിക്കുന്നില്ലല്ലോ മുതലാളി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. യാതൊരു മാറ്റവും കാണുന്നില്ലല്ലോ. ഇത് നാഗത്തിന്റെ രക്തമാണെങ്കിൽ ഇതിനോടകം മാറ്റമുണ്ടാവുമായിരുന്നു. എന്നുവച്ചാ ആ ശിവാനി നാഗം അല്ലെന്നാണോ എന്റെ അർത്ഥം? ഇത് കാണുമ്പോ എനിക്കും അങ്ങനെ സംശയമില്ലാതില്ല നന്ദീശ. ഈ ചൂർണത്തിന്റെ ശക്തി കാരണം രക്തത്തിന്റെ നിറം മാറേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ശിവാനിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതൊക്കെ തെറ്റായിന്ന് വരും. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? കാത്തിരിക്കാം. ഗുരുക്കൾ വെറുതെ അങ്ങനെ ഒരു കാര്യം പറയില്ല. നമുക്ക് നോക്കാം. അദ്ദേഹം ഒരു മാർഗം നിർദ്ദേശിക്കുന്നതുവരെ നമ്മളായിട്ട് ഇനി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നീ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം തിരിച്ചവിടെ തന്നെ കൊണ്ടുവച്ചേക്കാം. ശരി മുതലാളി. ഇതോ ഇതോ